Intelligence നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ സെമി ടെസർ ആട്ടോ ആദ്യത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഡേസി ടെസറിൻ്റെ ഫിനിഷ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ഫാബ്രിക്കും ആയിട്ട് നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓരോന്നിൻ്റെയും ഗ്രാമിനനുസരിച്ച് റേറ്റ് വേരിയേഷൻ നമ്മൾ സിൽക്കിൽ വരുന്ന പോലെ തന്നെ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ ഗ്രാം കൂടിയായിട്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ശരിക്കും ആ ഒരു പ്യോർ ഡേസി ടെസറിൻ്റെ ഫീൽ തന്നെ അതിന് കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ. ബ്ലാക്ക് എന്ന് വെച്ചാൽ നോർമൽ ബ്ലാക്ക് അല്ല, നമുക്ക് സിൽക്കിൽ വരുന്ന സൈസ് ഒരു ഗ്രേ മിക്സ് ബ്ലാക്ക് ഇല്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ബോട്ടം വരുന്നത് ഇതുപോലെ സാൻഡൂൺ ഫാബ്രിക്, എല്ലാം കൂടിയ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. നമ്പർ വരുന്നത് N672, 2400 നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് 1900 രൂപ മാത്രമേ ഉള്ളൂ. അടുത്ത് ഇത് വരുന്നത് സെമി സിൽക്ക് വിചിത്ര പോയിട്ട് ഫാബ്രിക്കാണ്. നല്ലൊരു ടീൽ ബ്ലൂവിൻ്റെ ടൈപ്പ് ഷെയ്ഡാണ് കേട്ടോ. ഇതും നേരിട്ട് കാണാൻ അടിപൊളി കളറാണ്. ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അത് അങ്ങനത്തെ നല്ല ബ്ലൂ ഷെയ്ഡ്സ് ഒക്കെ ഇതിൽ കാണുന്നത് നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ. ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ കണ്ടാലും അതിൽ കണ്ടാലും നല്ല ഷെയ്ഡ്സ് തന്നെയാണ്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ എന്തായാലും വരും. അത് ക്യാമറയിൽ കൂടെ എടുക്കുമ്പോൾ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. നോർമൽ ഷെയ്ഡ് ചിലതിന് കറക്റ്റ് കിട്ടത്തില്ല. നിങ്ങളും ഫോൺ എടുത്ത് നോക്കിയാൽ മതി. മിക്ക ബ്ലൂ ഗ്രീൻ പോലത്തെ ഷെയ്ഡ്സിനെല്ലാം കളർ വേറെ ആയിട്ടായിരിക്കും ക്യാമറയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ മനസ്സിൽ കണക്കൂട്ടി എടുക്കാവുള്ളൂ. പക്ഷേ നല്ല കളറാണ് കേട്ടോ. ഇത് ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ല ടീൽ ബ്ലൂ ഷെയ്ഡ്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഡോട്ട് പോലെ ഒരു ഗോൾഡൻ നമ്മുടെ സിൽക്കിലൊക്കെ വരുന്ന പോലത്തെ ഡോട്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ദുപ്പട്ട ഇതുപോലെ അത് ഫുൾ എംബ്രോയ്ഡറി ആട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി മൊത്തം പോയിട്ടുണ്ട്. അടുപ്പിച്ച് തന്നെ ഫുള്ള് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം. നമ്പർ U494, 900 റേഞ്ചായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 799 രൂപ മാത്രമേ ഉള്ളൂ. 799. ഇത് വരുന്നത് ലൈറ്റ് പീച്ച് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡിനും നോർമലി അങ്ങനെ ഇങ്ങനത്തെ പീച്ച് പോലത്തെ കളറിന് അങ്ങനെ വലിയ വേരിയേഷൻ കാണിക്കാത്ത, പക്ഷേ ഇത് ചെറിയ ഇങ്ങനെ ഒരു ഗ്ലേസിങ് പോലത്തെ ഒരു നല്ല മെറ്റീരിയലാണ്. സെമി സിൽക്കിൻ്റെ മെറ്റീരിയൽ തന്നെ റെഫ്യൂസിന് വരുന്ന കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷേ കളറിന് ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇതിനകത്ത് കാണിക്കുമ്പം അത് ബിസ്ക്കറ്റ് ഷെയ്ഡ് പോലെ, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ച് നല്ല പീച്ചാണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ പിങ്കിഷ് പീച്ചിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് വർക്കുണ്ട്, പക്ഷേ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ആഷിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വെച്ച് കുഞ്ഞായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത്. മൊത്തം വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ടോപ്പിലും ദുപ്പട്ടയിലൊക്കെ വർക്കുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ വരുന്നത് U692. ഇതിന് ശരിക്കും 600 റേഞ്ചിൻ്റെ ആയിരുന്നു. ഓഫർ പ്രൈസ് 450 രൂപ മാത്രമേ ഉള്ളൂ. 450. നെക്സ്റ്റ് വരുന്നത് ബാഗൽപൂർ സിൽക്കാണ് ഫാബ്രിക്. നല്ലൊരു പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ വീവിങ് പാറ്റേൺ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെമി ഒരു ടസർ ഫീലുള്ള സൈസ് മെറ്റീരിയൽ നോർമലി ഞാൻ പറയാറുണ്ട് പിഴിയരുത് എന്നൊക്കെ. അത് പ്ലെയിൻ ആയിട്ട് വരുന്ന പോർഷനിലാണ് നമുക്ക് ആ ചുളുക്കം പെട്ടെന്ന് അറിയുന്നത്. ഇതുപോലെ ഫുൾ വീവിങ് ഉള്ളതിന് വലിയ പ്രശ്നമില്ല, എന്നാലും പിഴിയണ്ട, കുറച്ചുകൂടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന കേട്ടോ. പിന്നെ ദുപ്പട്ടയാണെങ്കിലും ലൈറ്റ് വെയിറ്റായിട്ടുള്ള ഫാബ്രിക്, ശരിക്കും ടസർ ഒരു ഫിനിഷ് തന്നെ കിട്ടും. വീവിങ് ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് പറ്റുന്നത് പോലെ ഒരുപാട് അങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യരുത്, എപ്പോഴും എടുത്ത് വാഷ് ചെയ്തൊന്നും ചെയ്യരുത്, എന്നാലാണ് ടസറിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. ബോട്ടം ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ്. പിന്നെ നമ്പർ ഞാൻ കൊടുത്തേക്കാവേ 1000 റേഞ്ച് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 799 ആണ്. 799.